രക്തസാക്ഷി ഫണ്ട് കട്ടത് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഒന്ന് കേട്ടോ. ഇപ്പോൾ രണ്ട് കാര്യം എനിക്ക് മനസ്സിലായി. ഈ എന്തുന്നയിച്ചാലും എന്ത് പ്രശ്നം പറഞ്ഞാലും കമ്മീഷനെ വെച്ചാൽ മതി. കമ്മീഷനെ വെച്ചാൽ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവരെ വെള്ളപൂശി കാണിക്കേണ്ടതാണെങ്കിൽ അതിന് കമ്മീഷൻ ഉപകരിക്കും. തെറ്റ് ചെയ്യാത്തവർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അതിനും കമ്മീഷൻ വെച്ചാൽ മതി. ഈ രണ്ട് കമ്മീഷൻ്റെയും അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിനു മുമ്പ് ഇല്ലാത്തൊരു കാര്യം പുതിയ കാലത്ത് ഈ നിലയിലേക്കെല്ലാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ, പാർട്ടിയിൽ ഒരാളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു കമ്മീഷനെ വെച്ചാൽ മതി. ആ കമ്മീഷൻ തീരുമാനിക്കും, ഇതാ ഓനൊന്നും ചെയ്തിട്ടില്ല. ഏത് നമ്മളെ ശ്രീമതി, അതേപോലെ തന്നെ AK ബാലൻ, ആ മറ്റേ തീവ്രത ആൾക്കുണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാത്തിനും അതിന് തീവ്രത കുറവാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും. അതേപോലെ തന്നെ ആർക്കെങ്കിലും എതിരെ നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കുറ്റം ചെയ്യാത്ത ആൾക്കെതിരെ നടപടി എടുക്കണം എന്നുണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന പരിപാടിയാണല്ലോ കമ്മീഷനെ വെക്കൽ. അങ്ങനെ കമ്മീഷൻ പറയുകയാണല്ലോ, ഇതാ ഈ ആള് കുറ്റം ചെയ്തു ഗുണു, ഇതാ ഓനെ പുറത്താക്കി, ഇമ്മാരി പരിപാടിയാണല്ലോ. രക്തസാക്ഷിയുടെ പേരിൽ ഇമ്മാരി പൈസ കട്ടുകാണ്ട് തിന്നിട്ട ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞില്ലേ, ശബരിമല അല്ല അതിൻ്റെ അപ്പുറം ഒരു കക്കും. പാർട്ടിയിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം ബലി ചെയ്യും. ഏതായാലും അണികളെ നിങ്ങൾ തീരുമാനിച്ചോളി. ന്യായീകരിക്കൽ അതല്ല നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ബേജാറേനു നിങ്ങൾക്ക്. ആ ഫണ്ട്, ഈ ഫണ്ട്, കോൺഗ്രസിൻ്റെ ആ ഫണ്ട് എന്താ, ഈ ഫണ്ട്, അതൊക്കെ എങ്ങനെ വിനിയോഗിക്കുന്നത് അതാത് പാർട്ടിക്ക് അറിയാം. ആദ്യം ഈ രക്തസാക്ഷികളുടെ പേരിലൊക്കെ കക്കുന്നുണ്ടല്ലോ, അത് ആദ്യം നിർത്തി, എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ പേരിൽ. അപ്പം എങ്ങനെ ഏറെക്കുറെ